രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 6ാമത്തെ ദശകമാണ്, 3ാമത്തെ ശ്ലോകമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളൊക്കെ ക്ലാസ് കിട്ടണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നാരായണീയം എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ കൃഷ്ണൻ്റെ കാമുകിയായ രാധ, രാധയുടെ ജനനം മുതൽ, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി വെബ് സീരിയലായി നമ്മൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക, കണ്ട് കൃഷ്ണൻ്റെ അനുഗ്രഹം തേടുക. ഓഗസ്റ്റ് 6 മുതൽ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും മരണത്തിൻ്റെ രഹസ്യം തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതായത് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇല്ലെങ്കിൽ എന്താ നമ്മുടെ സ്ഥിതി, എന്താ മരണം, അതാണ് കഠോപനിഷത്ത്. ഉപനിഷത്തിൻ്റെ ക്ലാസ് ഓഗസ്റ്റ് 6-ാം തീയതി ബുധനാഴ്ച ആരംഭിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഓഗസ്റ്റ് 6-ാം തീയതി ബുധനാഴ്ച 12 മണിക്ക് കഠോപനിഷത്ത് കിട്ടിയിരിക്കും. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദം, അത് ആഗ്രഹിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ കൊല്ലത്തുള്ളതാണ്. നിങ്ങൾക്ക് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിശ്ചയമായിട്ടും എന്നെ സമീപിക്കാവുന്നതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇവിടെ ചേർന്ന് പഠിക്കാൻ, ഇവിടെ നിന്ന് പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കാണണം. അപ്പോൾ അതേ കണക്ക് തന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ കുറേ വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഭക്തമീരയുടെ കഥയുണ്ട്, അഷ്ടാവക്ര ഗീതയുണ്ട്. ഇത് കാണുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങളത് നിശ്ചയമായിട്ടും നിങ്ങൾ കേൾക്കണേ. അതേ കണക്ക് തന്നെ രാധാ കവചൻ 2 ഉണ്ട്. ആ 2 രാധാ കവചങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. പിന്നെ നിങ്ങൾ കേൾക്കുക. പിന്നെ രാധയുടെ പ്രണയം നിശ്ചയമായും കേൾക്കണം. അഷ്ടപതി കേൾക്കണം. ഓർമ്മിക്കുക, കൃഷ്ണൻ്റെ അമ്പലത്തിൽ മാത്രം പൊക്കോണ്ടിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. ലിങ്ക് ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതാണ്. ഇന്നത്തെ നമ്മുടെ നാരായണീയം 6ാമത്തെ ദശകം 3ാമത്തെ ശ്ലോകം പാടുന്നത് നിങ്ങൾക്ക് പ്രിയങ്കരിയും നിങ്ങൾക്ക് സുപരിചിതയുമായി തീർന്ന മിടുക്കിയായിട്ടുള്ള കൃഷ്ണശ്രീ. കൃഷ്ണശ്രീയാണ് ഇന്നത്തത് പാടുന്നത്. ഓർമ്മിക്കുക, കൃഷ്ണശ്രീ ചില്ലറക്കാരിയല്ല. ആൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ്. ജനം ജീവി പാടൂ നേടൂ വിന്നറാണ്. 1ാം സമ്മാനം കിട്ടിയത്. മറ്റുള്ളവരെ എല്ലാം പിന്നിലാക്കിയിട്ട് വിന്നറാണ്. അതിൻ്റെ 1ാം സമ്മാനം നേടിയ ആളാണ്. ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസിന്റെ സെമി ഫൈനലിസ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾ അറിയുക. ആലോചിച്ചു നോക്കെ, ഏഷ്യാനെറ്റ് പോലുള്ളൊരു ചാനലിൽ സൂപ്പർ വോയിസ് ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ എത്തപ്പെടണമെങ്കിൽ, അവിടെ നേട്ടം കൈവരിക്കണമെങ്കിൽ ആരാണ് കൃഷ്ണശ്രീ എന്ന് ചിന്തിച്ചു നോക്കൂ. ഫ്ലവർ TV അതിലെ മ്യൂസിക്കൽ വൈഫിൽ റണ്ണറപ്പാണ്. അതായത് ഈ വളരെ പ്രശസ്തമായ 2 ടിവികളാണ്. ഒന്ന് ഫ്ലവർ TV, മറ്റൊന്ന് ഏഷ്യാനെറ്റ്. ഇവിടെയൊക്കെ വിജയികളാകണമെങ്കിൽ നമ്മുടെ കൃഷ്ണശ്രീയുടെ കഴിവ് ആലോചിച്ച് നോക്കുക. പ്ലേബാക്ക് സിംഗറാണ്, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് പെർഫോമറാണ്, ടീച്ചറാണ്, വോക്കൽ ട്രെയിനറാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ക്വാളിറ്റീസ് ആണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അതായത് പിന്നെ നമ്മുടെ കൃഷ്ണശ്രീ ഓൺലൈനിലൂടെ മ്യൂസിക് ക്ലാസ് എടുക്കുന്ന ആളാണ്. ഗൾഫില്, കാനഡയില്, അമേരിക്കയിലൊക്കെ ഉള്ള പല ആൾക്കാരും നമ്മുടെ കൃഷ്ണശ്രീയുടെ അടുത്ത് ഓൺലൈനിലൂടെ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് നടക്കുന്ന മിക്ക മ്യൂസിക്കൽ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളില്ല ഐഡിയ സ്റ്റാർ സിംഗർ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മിക്ക മ്യൂസിക്കൽ ഇതിലും കുട്ടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണശ്രീ പഠിപ്പിക്കുന്ന കുട്ടികളാണെന്ന് അറിയുക. അപ്പൊ നിങ്ങൾ അങ്ങനെ കലോത്സവത്തിന്, കലോത്സവത്തിന് ഇവിടെയൊക്കെ നമ്മുടെ കൃഷ്ണശ്രീയുടെ കുട്ടികളുടെ പെർഫോമൻസ് അതിഗംഭീരമാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കലോത്സവത്തിനൊക്കെ വിടാൻ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഏഷ്യാനെറ്റിലോ ഫ്ലവർ TVയിലോ ഒക്കെ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയൊക്കെ ഉള്ളത് പല പേരിൽ വരുമല്ലോ. അത്തരം കാര്യങ്ങൾക്കൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ കൃഷ്ണശ്രീയെ ആശ്രയിച്ചാൽ മതി. കൃഷ്ണശ്രീയിൽ നിന്ന് നിങ്ങളുടെ കുട്ടിക്ക് സംഗീതത്തിൽ നല്ല ഒരു ഭാവി ഉണ്ടാകുന്നതാണ്. ഞാൻ അങ്ങനെ ആരെക്കുറിച്ചും അങ്ങനെ പറയാറില്ല. എനിക്ക് ആധികാരികമായി അറിയാമെങ്കിലേ പറയത്തുള്ളൂ. എനിക്ക് പരിചയമുള്ള 2 പേര്, അവരുടെ മക്കള് ഞാൻ എൻ്റെ വീഡിയോ കേട്ടിട്ട് കൃഷ്ണശ്രീയുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പം അവരെന്നോട് പറഞ്ഞത് ഗംഭീരം, ഇത്രയും സിൻസിയറായ ഒരു ടീച്ചർ, ഭയങ്കര സിൻസിയർ ആണെന്നാ പറയുന്നത്. പിന്നെ കൃഷ്ണശ്രീ തന്നെ സ്വയം ഇതിനകത്ത് റിസർച്ച് നടത്തി, ഓരോരോ ഈ രാഗങ്ങളിലും ഒക്കെ റിസർച്ച് നടത്തി പുതുമയാർന്ന രീതിയിൽ പാട്ട് ചിട്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് കൃഷ്ണശ്രീയുടെ കുട്ടികൾ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസിലും കലോത്സവത്തിലും ഒക്കെ മുന്നേറുന്നതെന്ന് അറിയുക.
ഞാൻ കൃഷ്ണശ്രീ ഗാനം ആലപിക്കുമ്പോൾ കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തേക്കും. ആവശ്യമുള്ളവർ കൃഷ്ണശ്രീ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. വെളിയിൽ എനിക്ക് പരിചയമുള്ള 2 പേര് കാനഡ, അവിടെയൊക്കെ ഉള്ളവർ കൃഷ്ണശ്രീയുമായി ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ പഠിക്കാം. എന്തായാലും നമ്മുടെ ഈ ഗാനം നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടുന്നത് കേട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഗ്രീവാമഹസ്തവ മുഖഞ്ച ജനസ്തപസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബന്ധവപുഷേ ഭഗവൻ നമസ്തേ. അപ്പോൾ നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ അത് അതിമനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് കടക്കാം, നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. അർത്ഥം എഴുതിക്കൊള്ളൂ. ഗ്രീവ, ഗ്രീവ കഴുത്ത്. ഗ്രീവ അർത്ഥം എഴുതിക്കൊള്ളൂ, കഴുത്ത്. മഹസ്തവ അർത്ഥം മഹർലോകം. മഹസ്തവ അർത്ഥം മഹർലോകം. മുഖഞ്ച അർത്ഥം മുഖം. മുഖം അധികം ച. മുഖഞ്ച അർത്ഥം മുഖം. ജന അർത്ഥം ജനലോകം. ജന എന്ന് പറഞ്ഞാൽ ജനലോകം. തപസ്തു തപോലോകവുമാകുന്നു. തപസ്തു അർത്ഥം എഴുതിക്കൊള്ളൂ, തപോലോകവുമാകുന്നു. ഭാലം, ഭാലം നെറ്റി. ഭാലം നെറ്റി. ശിരസ്തവ അർത്ഥം അവിടുത്തെ ശിരസ്. ശിരസ്തവ അവിടുത്തെ ശിരസ്. സമസ്തമയസ്യ, സമസ്തമയസ്യ അർത്ഥം സർവലോകമയമായ. സമസ്തമയസ്യ അർത്ഥം സർവലോകമയമായ. സത്യം അർത്ഥം സത്യലോകവുമാകുന്നു. സത്യം സത്യലോകവുമാകുന്നു. ജഗന്മയതനോ, ജഗന്മയതനോ അർത്ഥം എഴുതിക്കോ, ജഗത്തിൻ്റെ രൂപത്തിലുള്ള ശരീരമുള്ളവനെ. ജഗത്തിൻ്റെ, ജഗം ലോകം, അപ്പൊ ജഗത്തിൻ്റെ രൂപത്തിലുള്ള ശരീരം ഉള്ളവനെ. അടുത്തത് ജഗദാശ്രിതൈ. ജഗദാശ്രിതൈ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന. ജഗത്തെന്ന് പറഞ്ഞാൽ ലോകം, അപ്പൊ ലോകത്തെ ആശ്രയിച്ചു ഇരിക്കുന്ന. അപി അന്യൈ, അപി അന്യൈ പുസ്തകത്തിൽ ചേർത്തെഴുതുമ്പം രപ്യന്നൈർ എന്ന് കിടക്കും. നിങ്ങളുടെ പുസ്തകത്തിൽ രപ്യന്നൈർ അത് ചേർത്തെഴുതുമ്പം വരുന്നതാണ്. അർത്ഥം എഴുതുമ്പം അഭി അന്യൈ, അർത്ഥം അന്യവസ്തുക്കളാൽ അല്ലെങ്കിൽ മറ്റുള്ളവയാൽ. അന്യവസ്തുക്കളാൽ അല്ലെങ്കിൽ മറ്റുള്ളവയാൽ. നിബദ്ധം, നിബദ്ധം ബന്ധിക്കപ്പെട്ട, രൂപീകൃതമായ എന്നാണ് അർത്ഥം. നിബദ്ധം അതുമായി ചേർത്ത് വച്ച. നിങ്ങൾക്ക് ലളിതമായ ഭാഷയിലാണെങ്കിൽ ചേർത്ത് വച്ച, നമ്മൾ രൂപീകരിച്ച. വപുഷേ, വപുഷേ ശരീരത്തോടു കൂടിയ. വപുഷേ ശരീരത്തോടു കൂടിയ. അപ്പൊ ഇതിന്റെ മൊത്തം അർത്ഥം എന്താണ്? സർവലോകമയനായ, അതായത് എല്ലാ ലോകങ്ങളും ഉൾക്കൊള്ളുന്ന. മനസ്സിലായില്ലേ? ഈ കാണുന്ന സകല ലോകവും, 14 ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഭഗവാനെ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങയുടെ കഴുത്തുണ്ടല്ലോ അത് മഹർലോകമാണെന്ന് വിസ്മയത്തോടെ ഞങ്ങൾ അറിയുകയാണ് ഭഗവാനെ. ഈ ലോകം 14 ലോകവും ഉൾക്കൊള്ളുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പ, അങ്ങയുടെ കഴുത്താണ് മഹർലോകം അല്ലേ? അത് നമുക്ക് പുതിയ അറിവാണ്. ഭഗവാനെ, അങ്ങയുടെ മുഖം താമരപ്പൂ പോലിരിക്കുന്ന, താമരപ്പൂ പോലെ പ്രശോഭിക്കുന്ന രാധാവല്ലഭന്റെ മുഖം, രാധയുടെ ചുണ്ടുകൾ പതിഞ്ഞ കവിളുകളുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖം,
രാധയുടെ വിരലുകൾ തലോടി 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 ചുവപ്പിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മുഖമുണ്ടല്ലോ, അതാണ് ജനലോകം. രാധാറാണിയുടെ അധരങ്ങൾ പതിഞ്ഞ, രാധാറാണിയുടെ വിരലുകൾ പതിഞ്ഞു തുടുത്ത ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കവിൾത്തടം ജനലോകമാകുന്നു. ഭഗവാനെ, പാലക്കുറി അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ നെറ്റിത്തടം തപോലോകമാണല്ലേ, എന്തൊരത്ഭുതം! എൻ്റെ കൃഷ്ണ, എൻ്റെ കൃഷ്ണ, ഗോരോജനമണിഞ്ഞ ആ നെറ്റിത്തടം ഭഗവാനെ, അത് തപോലോകമാണില്ലേ. മയിൽപ്പീലിയും കറുത്തിരുണ്ട ചുരുൾ മുടിയുമൊക്കെയായി അങ്ങനെ ശോഭിക്കുന്ന അങ്ങയുടെ ശിരസ് ഭഗവാനെ ശ്രീകൃഷ്ണ, ആ ശിരസ് എന്നും അലങ്കരിക്കുന്നത് രാധാറാണിയാണെന്ന സത്യം ഞങ്ങൾക്കറിയാം. രാധാറാണിക്ക് മാത്രമാണ് ആ ശിരസിലെ കറുത്തിരുണ്ട തലമുടിയിൽ മയിൽപ്പീലി തിരുകാൻ അധികാരമുള്ളത്. ഭഗവാനെ, രാധാറാണി എന്നും ഏത് ശിരസിലെ മുടിയിലാണോ മയിൽപ്പീലി തിരികിത്തരുന്നത്, ആ ശിരസുണ്ടല്ലോ, അത് സത്യലോകമാണ് ഭഗവാനെ, അല്ലേ? അതാണ് സത്യലോകമെന്ന് പറയുന്നത്. അപ്പൊ ജഗത്തിന്റെ രൂപത്തിലുള്ള ശരീരമുള്ളവനെ ഭഗവാനെ, ഇപ്രകാരം മറ്റു പല പല വസ്തുക്കളാലും ചേർക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അങ്ങേക്ക് നമസ്കാരം. അങ്ങനെ പല പല സ്ഥലങ്ങള്, പല പല കാര്യങ്ങള് ഭഗവാനെ, ഇങ്ങനെ 14 ലോകങ്ങളും ചേർന്ന് നിൽക്കുന്ന കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങേക്ക് കോടി 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 നമസ്കാരം. രാധാവല്ലഭ, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ ഭക്തർ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഒന്നാമത്തെ വരി എടുത്ത് പരിശോധിക്കാം. ഗ്രീവ മഹസ്തവ മുഖം ച ജനസ്തവോ ജനസ്തവസ്തു ജനസ്തവസ്തു. ഒന്നും കൂടെ. ഗ്രീവ മഹസ്തവ മുഖം ച ജനസ്തവസ്തു. ഗ്രീവ കഴുത്ത്, അല്ലേ? മഹസ്തവ ഭഗവാനെ, കഴുത്ത് മഹർലോകം. മുഖം ച അങ്ങയുടെ മുഖം, ജന ഏതാണ്? ജനലോകം. തപസ്തു തപോലോകവുമാകുന്നു. ശ്രദ്ധിച്ചേട്ടെ, സർവലോകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭഗവാനെ നാരായണ, അല്ലേ? നമുക്ക് ആ നാരായണ വിളിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരും. സർവലോകങ്ങളും, ഈ 14 ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഭഗവാനെ സാക്ഷാൽ നാരായണ, അങ്ങയുടെ കഴുത്താണ് മഹർലോകം എന്നറിയപ്പെടുന്നതെന്ന് അറിയുമ്പോൾ ഞങ്ങൾ ഭക്തജനങ്ങൾ എങ്ങനെ വിസ്മയിക്കാതിരിക്കും ഭഗവാനെ? ഒരു ലോകം മുഴുവനും അങ്ങയുടെ കഴുത്തിൽ താങ്ങുകയാണ് ഭഗവാനെ. മഹാസ് എന്നത് സംസ്കൃത പദമാണ്. അതിൽ നിന്നാണ് മഹർ എന്ന വാക്കുണ്ടായത്. ഇതിൻ്റെ അർത്ഥം മഹത്വം, ശക്തി, ശൗര്യം, കീർത്തി എന്നിവയുടെ ഉറവിടമെന്നാണ്. അപ്പോൾ ഈ കഴുത്താണ് മഹർലോകം. ആ മഹർ എന്ന വാക്കിനെ കുറിച്ച് നിങ്ങൾ അറിയണം. മഹാസ് എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മഹർ എന്ന വാക്കുണ്ടായത്. ഇതിൻ്റെ അർത്ഥം മഹത്വം, ശക്തി, ശൗര്യം, കീർത്തി എന്നിവയുടെ ഉറവിടം. അപ്പോൾ ഭഗവാന്റെ കഴുത്തെന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ശൗര്യത്തിൻ്റെയും കീർത്തിയുടെയും ഉറവിടമാണ്. ഇവിടെ ആരാ വസിക്കുന്നതെന്നറിയാമോ? ചില്ലറക്കാരല്ല, ഋഷിമാര്, വലിയ യോഗിമാര്, സന്യാസിമാര്, പുണ്യപുരുഷന്മാര്, ഇവരൊക്കെ വസിക്കുന്നത് ഭഗവാന്റെ കഴുത്തിലെ മകർലോകം എന്നറിയപ്പെടുന്ന ഈ ലോകത്താണ്. ലോകം അവസാനിക്കുമ്പോഴും നിലവിലുള്ള, അതായത് ലോകം അവസാനിച്ചാലും അവസാനിക്കാതെ നിലകൊള്ളുന്ന ലോകമാണ് മഹർലോകം. ഈ മഹർലോകത്താണ്, അതായത് ഭഗവാന്റെ കഴുത്തിലാണ് സാക്ഷാൽ മാർക്കണ്ഡേയൻ വസിക്കുന്നത്. അപ്പോൾ ഓർത്തെ, ഋഷിമാരും യോഗികളും സന്യാസിമാരും മാർക്കണ്ഡേയനും ഒക്കെ വസിക്കുന്നത് ഭഗവാന്റെ കഴുത്തിലാണെന്ന് പറയുമ്പോൾ ഭഗവാന്റെ കഴുത്തിൻ്റെ വലിപ്പവും ഭഗവാന്റെ കഴുത്തിൻ്റെ മഹത്വവും ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇനി ഭഗവാന്റെ മുഖം, അതാണ് രാധാറാണിയുടെ അധരങ്ങൾ സ്ഥിരം സ്ഥിരം പതിയുന്ന
രാധാറാണി തൊട്ട് തലോടി ഉണർത്തുന്ന ആ രാധാറാണിയുടെ തലോടലിൽ കൂടുതൽ കൂടുതൽ ശോഭാമയമാകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖം അത് ജനലോകം എന്നറിയപ്പെടുന്നു. ജനലോകം, അതായത് ധ്രുവലോകത്തിൽ നിന്നും കോടിക്കണക്കിന് യോജന അകലെയുള്ള ലോകമാണ് ഏതെന്ന് പറയുന്നത് ധ്രുവലോകം. അപ്പൊ ധ്രുവലോകം എന്ന് പറയുന്നത് അതായത് ധ്രുവലോകത്തിൽ നിന്നും കോടിക്കണക്കിന് യോജന അകലെയുള്ളതാണ് ജനലോകം എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മാവിന്റെ പുത്രന്മാരൊക്കെ വസിക്കുന്നുണ്ട്. അതായത് സനകനും സനത് കുമാരനും സനാതനകുമാരനും സനന്ദകുമാരനും പിന്നെ പുത്രനായ ഭൃഗുവും ഇവിടെയാണ് വസിക്കുന്നത്. അപ്പൊ ഈ ജനലോകത്തിൽ വസിക്കുന്നവര് ചില്ലറക്കാരല്ല. രാധാറാണിയുടെ അധരങ്ങൾ പതിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖത്ത് വസിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ആലോചിച്ചു നോക്ക്. ബ്രഹ്മാവിന്റെ മക്കളാ സനകനും സനത്കുമാരനും സനാതനനും, മനസ്സിലായില്ലേ, സനന്ദനും. അതേ കണക്ക് മാനസപുത്രനായ ഭൃഗുവുമൊക്കെ ഇവിടെയാണ് വസിക്കുന്നത്. മഹർലോകത്തിന് മുകളിലും തപോലോകത്തിന്റെ താഴെയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ജന്മം കിട്ടിയ യോഗികളായവര് പ്രാപിച്ച സ്ഥലമാണിത്. ഇപ്പൊ നമുക്ക് മനുഷ്യ ജന്മം കിട്ടുന്നു. മനുഷ്യ ജന്മത്തിലിരുന്ന് നമ്മൾ തപസ് ചെയ്ത് യോഗികളാകുന്നു. അങ്ങനെ മനുഷ്യ ജന്മം കിട്ടിയിട്ട് തപസ് ചെയ്ത് യോഗികളായ മാറിയവർ വസിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ ജനലോകം എന്ന് വിളിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ താമസിച്ച് എന്നാൽ അവരുടേതായ വികാരങ്ങൾ ഉൾക്കൊള്ളാതെ മനസ്സ് മുഴുവനും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അർപ്പിക്കുകയും അങ്ങനെ അർപ്പിച്ചുകൊണ്ട് ഒരു ലൗകിക സുഖത്തിനും തേടിപ്പോകാതെ അവിടെ നിന്ന് തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ച് എത്തുന്നു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾക്ക് എത്താൻ പറ്റുന്ന ലോകമാണ് ഏതെന്ന് പറയുന്നത് ജനലോകമെന്ന് പറയുന്നത്. ഇത് ഇവിടെ ബുദ്ധിയുടെ ലോകമാണ്. ഈ ലോകത്ത് എന്തൊക്കെ നടക്കും? ഇവിടെ ആത്മീയതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. ഇവിടെയൊക്കെ ഓരോ ഇതൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ? ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ? പിന്നെ സിമ്പോസിയങ്ങൾ അങ്ങനെയൊക്കെ നടക്കത്തില്ലേ? അതുപോലെയാണ് ഈ ലോകത്ത് ആത്മീയതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. തത്വശാസ്ത്രപരമായ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഇവിടെ നടക്കും. ഇവിടെ വസിക്കുന്നവര് പ്രളയകാലമാകുമ്പോൾ വൈകുണ്ഠത്തിലേക്ക് മാറ്റപ്പെടും. മനസ്സിലായില്ലേ? ഭഗവാന്റെ മുഖമാകുന്ന ജനലോകത്ത് വസിക്കുന്നവര് ചില്ലറക്കാരല്ല. എന്നാൽ സാധാരണക്കാർക്കും വരാം, നിങ്ങൾക്കും പോകാം. രാധേ രാധേ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പോകാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മറ്റാഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ച്, അതായത് മക്കള്, ഭാര്യ, ഭർത്താവ് ഇതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ യോഗിയാകും. അങ്ങനെ യോഗിയായി കഴിഞ്ഞാൽ നിങ്ങൾ ജനലോകത്തെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാലോ അത് ബുദ്ധിയുടെ ലോകമാണ്. മനസ്സിലായി? അസാമാന്യമായ ബുദ്ധിശക്തിയുടെ. അതുകൊണ്ട് അവിടെ ആത്മീയപരമായ ചർച്ചകൾ നടക്കും, തത്വശാസ്ത്രപരമായ ചർച്ചകൾ നടക്കും. എന്നിട്ട് പ്രളയകാലം വരുമ്പോൾ ഈ ലോകം മുങ്ങിപ്പോകും. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വസിക്കുന്നവരെ പ്രളയ കാലഘട്ടത്തിൽ വൈകുണ്ഠത്തേക്ക് മാറ്റുന്നു. കാരണം രാധാജിയുടെ അധരം പതിഞ്ഞ കവിളിൽ ജീവിക്കുന്നവരെ ഒരു പ്രളയകാലത്തിനും വിട്ടുകൊടുക്കാൻ ഭഗവാൻ തയ്യാറല്ല. അവരെ അപ്പോഴേ ഭഗവാൻ എന്ത് ചെയ്യും? വൈകുണ്ഠത്തേക്ക് കൊണ്ടുപോകും. ഇനി നമ്മുടെ ഭഗവാന്റെ നെറ്റിയാണ്, ഭഗവാന്റെ നെറ്റിയാണ് തപോലോകം എന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ നെറ്റിയാണ് തപോലോകം. ദേവദാസികൾ ഇവിടെയാണ് താമസിക്കുന്നത്. അല്ലേ? ഭഗവാന്റെ നെറ്റിയിലാണ് ദേവദാസികൾ താമസിക്കുന്നത്. ലൗകിക ജീവിതത്തോട് വിരക്തി തോന്നിയിട്ടുള്ളവരെല്ലാം വസിക്കുന്നത് എവിടാണ്? ഭഗവാന്റെ നെറ്റിയിലെ തപോലോകത്തിലാണ് താമസിക്കുന്നതെന്നറിയുക. ഇത് 6ാമത്തെ തലമാണ്. ഇവിടെ ഉള്ളവർ, അതായത് 14 ലോകങ്ങളിൽ 6ാമത്തത്. ഇവിടെ ഉള്ളവര് ആത്മീയതയില് അങ്ങേയറ്റം ഉയർന്ന നിലവാരമുള്ളവരാണ്. എപ്പോഴും ധ്യാനത്തിൽ മുഴുകി ലൗകിക സുഖങ്ങളിൽ അശേഷം താല്പര്യമില്ലാതെ ബോധോദയം കിട്ടിയവരാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് അങ്ങനെ ബോധോദയം കിട്ടിയവരാണ് ഈ തപോലോകത്ത് താമസിക്കുന്നത്. പക്ഷെ അവർക്ക് മറ്റൊരു ഗുണവും കൂടെ ഉണ്ട്.
ഈ തപോലോകത്ത് താമസിക്കുമ്പോൾ തന്നെ ഭൂമിയുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും കുറിച്ച് അവർക്കറിയാം, ബോധമുണ്ട്. അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക. യാതൊരുവിധ ലൗകിക സുഖങ്ങളിലും താല്പര്യമില്ലാതെ കഠിനമായ തപസ് ചെയ്ത് എത്തിച്ചേർന്നവരാണ് എവിടെ വസിക്കുന്നത്? ഭഗവാന്റെ നെറ്റിയിലെ തപോലോകത്തിൽ വസിക്കുന്നത്. ഈ തപോലോകത്തിൽ വസിക്കുമ്പോൾ അവർക്കുള്ള ഒരു ഗുണം, ആ ഭൂമിയിൽ അവർ ജീവിച്ച ഓരോ ദിവസത്തെക്കുറിച്ചും അവർക്ക് ഓർക്കാൻ കഴിയും. അതിനുള്ള കഴിവുണ്ട്. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? അപ്പം ആരാ നമ്മുടെ ഭഗവാൻ? ആരൊക്കെയാ നമ്മുടെ ഭഗവാന്റെ ശരീരത്ത് വസിക്കുന്നത്? നമ്മളും എല്ലാം ആ സാക്ഷാൽ ഭഗവാന്റെ ഒരംശം മാത്രമാണ്. ഭഗവാനേ നാരായണ രാധാവല്ലഭ, ഞങ്ങൾ രാധേ രാധേ ചാനലിലുള്ള എല്ലാവരും, നാരായണീയം കാണുന്ന എല്ലാവരും അങ്ങയെ നമിക്കുന്നു. ഭഗവാനേ, ഞങ്ങളെയും ഇതിലേതെങ്കിലും ഒരു ലോകത്തിലേക്ക് ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടുപോണേ പൊന്നു ഭഗവാനേ. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഫാലം നെറ്റിത്തടം, അത് തപോലോകമാണെന്ന് നമ്മൾ കഴിഞ്ഞ വരിക്കകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ വരിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശിരസ്തവ, അവിടുത്തെ ശിരസ്, ഭഗവാന്റെ ശിരസിനെ കുറിച്ചാണ് പറയുന്നത്. സമസ്തമയസ്യ, സർവലോകമയമാണ്. സത്യം, സത്യലോകമാകുന്നു. ഇവിടെ ഭഗവാന്റെ ശിരസിനെ കുറിച്ച് പറയുകയാണ്. അതേ, രാധാറാണി അണിയിച്ചൊരുക്കുന്ന, മയിൽപ്പീലി തിരികെ ഒരുക്കുന്ന ആ കറുത്തിരുണ്ട തലമുടികളുള്ള ആ ഭഗവാന്റെ ശിരസുണ്ടല്ലോ, ആ ശിരസിനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ ഭഗവാന്റെ ശിരസിൽ ഒരു ലോകം നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് പറയുകയാണ്. ഭഗവാന്റെ ശിരസിൽ ആരാ നിലനിൽക്കുന്നത്? സത്യലോകമാ നിലനിൽക്കുന്നത്. മനസ്സിലായ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഭഗവാനെ ആദ്യമായി ഭഗവാന്റെ ശിരസിലെ കൂന്തലിൽ മയിൽപ്പീലി അണിയിച്ചത് ആരായിരുന്നു? സാക്ഷാൽ രാധാറാണിയായിരുന്നു. ആ രാധാറാണിക്ക് മാത്രമേ മയിൽപ്പീലി അണിയിക്കാനുള്ള അവകാശം ഉണ്ടായിട്ടുള്ളൂ. അത് വൃന്ദാവനം വിട്ടതിന് ശേഷവും വേറെ ആരും അത് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല കൃഷ്ണൻ. മറ്റൊരാൾ ചെയ്യുന്നെങ്കിൽ അത് രാധാജി ആയിരിക്കണം. അങ്ങനെ രാധാജി മയിൽപ്പീലി ചൂടിച്ച ആ ശിരസിൽ ചില്ലറക്കാരൊന്നും ഇരിക്കാൻ ഭഗവാൻ അനുവദിക്കത്തില്ല. അതാണ് സത്യലോകം, അതാണ് ബ്രഹ്മലോകം എന്നറിയപ്പെടുന്നത്. അതായത് ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന തലമാണിതെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഭഗവാൻ അതിനെ ശിരസിൽ തന്നെ സ്ഥാനം കിട്ടിയത്. ഇവിടെയാണ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും, അതായത് പുനർജന്മത്തിൻ്റെ രഹസ്യങ്ങൾ നിലനിൽക്കുന്നത് ഇവിടെയാണ്. മനസ്സിലായ? പുനർജന്മത്തിൻ്റെ രഹസ്യങ്ങൾ നിലനിൽക്കുന്ന ലോകം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മലോകമാണ്. സാക്ഷാൽ ബ്രഹ്മാവാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ പുനർജന്മത്തിൻ്റെ രഹസ്യങ്ങളടങ്ങിയ ലോകം ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മലോകമാണ്. ആ ബ്രഹ്മലോകത്താണ് ആര് താമസിക്കുന്നത്? സാക്ഷാൽ ബ്രഹ്മാവ് താമസിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുനർജന്മത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ലക്ഷ്യസ്ഥാനമാണ് ആരെന്ന് പറയുന്നത്? ബ്രഹ്മലോകം. ഈ ബ്രഹ്മലോകത്തെക്കുറിച്ച് ബുദ്ധമതത്തിൽ വരെ പറയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ബുദ്ധമതത്തിൽ വളരെ വ്യക്തമായിട്ട് ബ്രഹ്മലോകത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ശിരസ്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശിരസ് അല്ലേ, മയിൽപ്പീലിയും ആ കറുത്തിരുണ്ട ചുരുൾമുടിയുമൊക്കെയുള്ള ആ ശിരസിൽ സാക്ഷാൽ ബ്രഹ്മാവ് വസിക്കുന്നു. നാരായണ നാരായണ, ബ്രഹ്മാവിനെ പോലും തൻ്റെ ശിരസിൽ ഒതുക്കിക്കളയുന്ന നാരായണ നാരായണ, രാധാവല്ലഭ, ഞങ്ങളുടെ നമസ്കാരം സ്വീകരിച്ചാലും ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നമസ്കാരം സ്വീകരിക്കണേ പൊന്നു ഭഗവാനെ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ. കണ്ടില്ലേ? ജഗന്മയതനോ, അതായത് ജഗത്തിൻ്റെ, ലോകത്തിൻ്റെ രൂപത്തിലുള്ള ശരീരമുള്ളവനെ,
ജഗദാശ്രിതൈ, ലോകം ആശ്രയിച്ചിരിക്കുന്നവനെ, ലോകത്തെ ആശ്രയിച്ചിരിക്കുന്നവനെ. ഇനി എന്താ ചെയ്യുന്നത് കവി? ഭഗവാനെ സ്തുതിക്കുക. ഭട്ടതിരിപ്പാട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ജഗന്മയ തനുവായ ഭഗവാനെ, തനു ശരീരം, ജഗന്മയ തനുവായ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഈ 14 ലോകവും ശരീരമാക്കി മാറ്റിയവനേ കൃഷ്ണ. കവി നെഞ്ചുപൊട്ടി വിളിക്കുകയാണ്. ഈ 14 ലോകവും സ്വന്തം ശരീരമാക്കി മാറ്റിയവനേ കൃഷ്ണ, ഞങ്ങളുടെ കൃഷ്ണ. സാധാരണ ശരീരം മജ്ജയും മാംസവും രക്തവും ഒക്കെ നിറഞ്ഞതാണ്. എന്നാൽ മജ്ജയും മാംസവും രക്തവും നിറഞ്ഞ മനുഷ്യനെയും ദേവഗണങ്ങളെയും പാർപ്പിക്കാനുള്ള ലോകത്തിന് തൻ്റെ ശരീരം തന്നെ ഉപയോഗിച്ച ഭഗവാനെ, മജ്ജയും മാംസവുമുള്ള മനുഷ്യനെയും ദേവഗണങ്ങളെയും സകലരെയും പാർപ്പിക്കാനുള്ള ലോകത്തെ തന്നെ തൻ്റെ ശരീരത്തിൽ ഒതുക്കിയവനേ ശ്രീകൃഷ്ണ. ഭഗവാനേ, ഭഗവാനേ, ഈ 14 ലോകങ്ങളും ശരീരത്തിൽ ഒതുക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഓടക്കുഴലുമൊക്കെ വായിച്ച് പുഞ്ചിരിച്ച് നൃത്തം ചവിട്ടിയവനേ നാരായണ 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 നമിക്കുന്നു. ഇനി നമുക്ക് അവസാനത്തെ വരിയാണ്. അഭിനൈർ നിബദ്ധ വപുഷേ ഭഗവൻ നമസ്തേ. അഭി അന്യൈ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയിൽ, അതായത് അന്യവസ്തുക്കളാൽ എന്നാണ് അർത്ഥം. നിബദ്ധ ബന്ധിക്കപ്പെട്ട, വപുഷേ ശരീരത്തോടു കൂടിയവനെ, അതായത് 14 ലോകങ്ങളെയും സ്വന്തം ശരീരത്തോട് ചേർത്തവനെ. ഇവിടൊക്കെ കവി ഭഗവാനെ സ്തുതിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കവി പറയുകയാണ്, ഈ 14 ലോകങ്ങളെയും സ്വന്തം ശരീരത്തോട് ചേർത്തവനെ കൃഷ്ണ, അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. അതോടൊപ്പം മറ്റുള്ള സകലതിനെയും, എന്തൊക്കെയുണ്ടോ അവരെ മുഴുവനെയും തൻ്റെ ശരീരത്തോട് ചേർത്തവനെ അങ്ങയെ വണങ്ങുന്നു. 14 ലോകങ്ങളിലും എന്തൊക്കെയുണ്ടോ അതെല്ലാം അങ്ങയുടെ ശരീരത്തിലുമുണ്ട്. സകലതിനെയും, സകല അണ്ഡകടാഹങ്ങളെയും, അഗ്നിയെയും ജലത്തെയും തൻ്റെ ദേഹത്തോട് ചേർത്തവനേ കൃഷ്ണ. ഗുരുവായൂരപ്പ, രാധാകൃഷ്ണ, അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. അഗ്നിയെ ദേഹത്തോട് ചേർത്തവനെ, സമുദ്രത്തെ ദേഹത്തോട് ചേർത്തവനെ, സൂര്യചന്ദ്രന്മാരെ തൻ്റെ ദേഹത്തോട് ചേർത്തവനെ, കോടാനുകോടി നക്ഷത്രങ്ങളെ ദേഹത്തോട് ചേർത്തവനെ, സൗരയുധത്തെ തൻ്റെ ദേഹത്തോട് ചേർത്തവനെ, സർവ അണ്ഡകടാഹങ്ങളെയും ദേഹത്തോട് ചേർത്തവനെ, സകല ഭ്രമണപഥത്തെയും ദേഹത്തോട് ചേർത്തവനെ, പക്ഷി മൃഗാദികളുടെ ദേഹത്തോട് ചേർത്തവനെ, മനുഷ്യരെയും ദേവന്മാരെയും ബ്രഹ്മാവിനെ പോലും തൻ്റെ ദേഹത്തോട് ചേർത്തവനെ കൃഷ്ണ. രാധാകൃഷ്ണ, ഞങ്ങളെ മായയിൽ നിന്ന് മോചിപ്പിക്കണേ ഭഗവാനേ. നാരായണ, ഞങ്ങളെ മായയിൽ നിന്ന് മോചിപ്പിക്കണേ ഭഗവാനേ. ഭഗവാനേ, 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 മായയിൽ നിന്ന് മോചിപ്പിച്ച് ഞങ്ങളെ ഇതിലേതെങ്കിലും ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ പൊന്ന് നാരായണ, ഞങ്ങളുടെ പൊന്ന് നാരായണ, ഞങ്ങളുടെ കൃഷ്ണ, ഞങ്ങളുടെ കൃഷ്ണ, ഞങ്ങളുടെ മാത്രം കൃഷ്ണ, ഞങ്ങളുടെ സ്വന്തം കൃഷ്ണ, രാധാറാണിയുടെ കൃഷ്ണ, രാധേ കൃഷ്ണ, രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.